നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അറിവ് നൽകുന്ന ഒരുപാട് ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ അറിവ് കിട്ടി എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 അപ്ഡേറ്റ്സുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗത്തിനുള്ള ചാർജ് കുറയ്ക്കുന്നതിനുള്ള ഒരു ധാരണയുണ്ട്, അതിനെക്കുറിച്ചാണ്. രണ്ടാമത്തേതായിട്ട് RC, ഡ്രൈവ് ലൈസൻസ് പോലുള്ളവ ഇനി പ്രിൻറ്റിങ് ചെയ്യില്ല, അതെല്ലാം ഡിജിറ്റലായിട്ട് മാറ്റും എന്നതിനെക്കുറിച്ചാണ്. മൂന്നാമത്തേത് ഇലക്ട്രോണിക് സാമഗ്രികൾക്ക് ഇനി സുരക്ഷാ മാനദണ്ഡങ്ങൾ വരുന്നു എന്നൊരു വാർത്തയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമുക്കപ്പോൾ ആദ്യം പറഞ്ഞ ഇൻഫർമേഷൻ ഒന്ന് നോക്കാം. പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറയ്ക്കൽ, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറയ്ക്കൽ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ നിർദ്ദേശം വയ്ക്കുമെന്ന് മന്ത്രി. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതിയുടെ വിഹിതം ഉപഭോക്താക്കൾക്ക് നൽകാൻ ആലോചന. പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കഴിയുമോ എന്ന നിർദ്ദേശം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വയ്ക്കാൻ വൈദ്യുതി ബോർഡ് ആലോചിക്കുന്നതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. KSEBയുടെ ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വൈദ്യുതിയുടെ ഒരു വിഹിതം ഉപഭോക്താക്കൾക്ക് നൽകാനാണ് ആലോചന. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ്. കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 70% പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. പീക്ക് അവറിൽ വൈദ്യുതിയുടെ വില ഒരു യൂണിറ്റിന് 15 രൂപ വരെയായി ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ അധിക ചെലവ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. 3000 TMC ജലം കേരളത്തിൽ ലഭ്യമാണ്. ഇതിൽ 300 TMC മാത്രമാണ് വൈദ്യുതിക്കും ജലസേചനത്തിനുമായി ഉപയോഗിക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതിയുടെ യൂണിറ്റിനോ 35 പൈസ മാത്രമാണ് ചിലവ് വരുന്നത്. സോളാർ മേഖലയിൽ വലിയ സാധ്യതകളാണുള്ളത്, അവ പ്രയോജനപ്പെടുത്തണം. കാർഷിക മേഖലയിൽ സോളാർ പദ്ധതികൾക്ക് 60% സബ്സിഡി നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അപ്പം മനസ്സിലായോ? നമുക്കറിയാലോ, നമ്മുടെ ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം അല്ലേ. മലകളും പുഴകളും കായലുകളും എല്ലാം ധാരാളം നിറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും നമ്മൾ വൈദ്യുതി കേരളത്തിൽ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതിക്ക് വളരെയധികം ചിലവ് കുറവാണ്. അത് ഉപഭോക്താക്കൾക്കും ഉപകാരപ്പെടും അല്ലേ. ഇങ്ങനെ ചിലവ് കുറഞ്ഞ വൈദ്യുതി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിന് കൊടുക്കേണ്ട ചാർജും കുറവായിരിക്കും. എന്നിട്ടും അത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 70% വൈദ്യുതി നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ കൂടിയ വിലയ്ക്ക് വാങ്ങുമ്പോൾ തന്നെ അതിന് കൂടിയ വില നൽകി അല്ലെങ്കിൽ കൂടിയ ചാർജ് നൽകിയാണ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് പദ്ധതികൾ ഇവർ പറയുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താവുന്നില്ല അല്ലെങ്കിൽ പ്രാപ്തിയിൽ വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് പകൽ സമയത്ത് നമ്മൾ പൊതുവെ വൈദ്യുതി ഉപയോഗം കുറവാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ചാർജ് കുറവും വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ചാർജ് കൂടുതലും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസുകളൊക്കെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പകൽ സമയത്ത് ചാർജ് കുറയ്ക്കാനുള്ള ഒരു ധാരണയുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ, അത് പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ളതാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടാണ്. ഡ്രൈവിംഗ് ലൈസൻസ് RC പ്രിന്റിംഗ് നിർത്തുന്നു. ഇനി യാത്ര ഡിജിറ്റൽ. പരിവാഹൻ സൈറ്റിൽ നിന്ന് ഡിജിറ്റൽ രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസും RCയും പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിർത്തലാക്കുന്നു. ഇനി മുതൽ എല്ലാം പരിവാഹൻ വെബ്സൈറ്റ് വഴി ഡിജിറ്റലാക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ ലൈസൻസിൻ്റെയും പിന്നീട് RCയുടെയും അച്ചടി നിർത്തലാക്കും. സംസ്ഥാനത്ത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ലൈസൻസ് തപാലിൽ ലഭിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കണം. RC ലഭിക്കുന്നത് 3 മാസത്തിനു ശേഷമാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അച്ചടി മുടങ്ങുന്നത് പതിവായതോടെയാണ് തീരുമാനം. ഇനി ടെസ്റ്റ് പാസ്സായാൽ മണിക്കൂറുകൾക്കകം പരിവാഹൻ സൈറ്റിലെ സാരഥിയിൽ നിന്ന് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം. ഇതേ വെബ്സൈറ്റിൽ നിന്ന് വാഹനത്തിൻ്റെ രേഖകളും ഡൗൺലോഡ് ചെയ്ത് ഡിജി ലോക്കറിൽ സൂക്ഷിക്കാം. നേരിട്ട് മൊബൈലിലും സൂക്ഷിച്ചാലും മതി.
വാഹന പരിശോധനാ സമയത്ത് മൊബൈലിലെ രേഖകൾ കാണിച്ചാൽ ഉദ്യോഗസ്ഥൻ QR കോഡ് സ്കാൻ ചെയ്ത് വ്യക്തത വരുത്താം. ലൈസൻസ് റദ്ദാക്കിയതോ സസ്പെൻഡ് ചെയ്തതോ ആണോ എന്ന് മനസ്സിലാക്കാനും കഴിയും. വാഹന ഉടമയ്ക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്തും സൂക്ഷിക്കാം. പരിശോധനയ്ക്ക് ഫോണിലെ ഡിജി ലോക്കറിലുള്ള വാഹന രേഖകൾ ഹാജരാക്കിയാൽ മതിയെന്ന് നേരത്തെ DGP അടക്കം ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇവ പകർപ്പായി മാത്രമാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന സോഫ്റ്റ് കോപ്പിയെ അസൽ രേഖയായി പരിഗണിക്കാമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതോടെ വാഹനരേഖകൾ പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുന്ന 4ാമത്തെ സംസ്ഥാനമാകും കേരളം. അപ്പോൾ പ്രതിസന്ധി കാരണമാണ് RC ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം പ്രിൻറ്റിങ് ബുദ്ധിമുട്ടായിരുന്നതെങ്കിലും അത് പുതിയൊരു മാറ്റത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. അപ്പം ഇനി മുതൽ RCയും ഡ്രൈവിംഗ് ലൈസൻസും ഒന്നും ഹാർഡ് കോപ്പിയായി കിട്ടില്ല. എല്ലാം നമുക്ക് സോഫ്റ്റ് കോപ്പിയായിട്ട് പരിവാഹൻ എന്നുള്ള സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലോ എല്ലാമായിട്ട് ഡിജി ലോക്കറിൽ സൂക്ഷിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഡിജി ലോക്കർ? ഈ ഡിജി ലോക്കർ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് വിശദമായി മനസ്സിലാക്കാം. ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിൽ. സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും ഡിജിറ്റലായി ഫോണിൽ സൂക്ഷിക്കാനുള്ള മാർഗമാണ് കേന്ദ്ര IT മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡിജി ലോക്കർ ആപ്പ്. ആധാർ, റേഷൻ കാർഡ്, പാൻ, കോവിഡ് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർവകലാശാല മാർക്ക്ഷീറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് അടക്കം ഇതിലൂടെ ലഭ്യമാകും. എങ്ങനെ? ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡിജി ലോക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഹോം പേജിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷനിലെ ക്രിയേറ്റീവ് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. പേര്, ജനനത്തീയതി, ഫോൺ നമ്പർ, 6 അക്ക പിൻ നമ്പർ, ഇമെയിൽ, ആധാർ എന്നിവ നൽകുക. ഫോണിലെത്തുന്ന ആധാർ OTP നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഹോം പേജിൽ ഇഷ്ടമുള്ള ഡോക്യുമെൻ്റ് തിരഞ്ഞെടുത്ത് അതിലെ നമ്പറും വിവരങ്ങളും നൽകി രേഖകൾ ഫോണിലേക്ക് എടുക്കാം. ആപ്പ് എപ്പോൾ തുറന്നാലും രേഖകൾ അതിലുണ്ടാകും. ഉദാഹരണത്തിന് ലൈസൻസ് ആണെങ്കിൽ പേര്, ജനനത്തീയതി, ലൈസൻസ് നമ്പർ എന്നിവ നൽകിയാൽ മതി. ആപ്പിന് പുറമെ www.digilocker.gov.in വെബ്സൈറ്റും ഉപയോഗിക്കാം. അപ്പോൾ ഡിജി ലോക്കർ എന്താണെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അതിലേക്ക് നമ്മുടെ രേഖകൾ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി 3ാമതുള്ള വാർത്ത, ഇലക്ട്രോണിക് സാമഗ്രികൾക്ക് സുരക്ഷാ മാനദണ്ഡം നിർബന്ധമാക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണ് അതിന് കാരണം? നമ്മളിപ്പം ലെബനനിൽ നടന്നില്ലേ, ലെബനനിൽ ഒരു പേജർ ആക്രമണം നടന്നില്ലേ? ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ഒരു പേജറിൽ ബോംബ് പോലെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒരുപാട് ആളുകൾക്ക് ജീവഹാനി വരികയും അപകടങ്ങൾ സംഭവിക്കുകയെല്ലാം ചെയ്തില്ലേ? യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലും പിന്നെ പാലസ്തീനിലെ ഗാസയിലുള്ള യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യുദ്ധം പടർന്നു പിടിച്ച് മറ്റ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്കെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ലെബനനും സിറിയയും ഇറാനും എല്ലാം എത്തിയിട്ടുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി ഒരു പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക് സാമഗ്രികൾക്ക് സുരക്ഷാ മാനദണ്ഡം ശക്തമാക്കുന്നു അല്ലെങ്കിൽ നിർബന്ധമാക്കുന്നു എന്നതാണ് കേട്ടോ. ലബനനിലെ പേജർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വിൽക്കുന്ന ഇലക്ട്രോണിക് സാമഗ്രികൾക്ക് സുരക്ഷാ മാനദണ്ഡം നിർബന്ധമാക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങി. കഴിഞ്ഞ ഏപ്രിലിൽ CCTV ക്യാമറകൾക്ക് സുരക്ഷാ മാനദണ്ഡം നിർബന്ധമാക്കിയിരുന്നു. ഇതിനായി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർബന്ധിത രജിസ്ട്രേഷനുള്ള 2021 ചട്ടത്തിൽ IT മന്ത്രാലയം ഭേദഗതി വരുത്തി. ചൈനീസ് CCTV ക്യാമറകളുടെ വിവര സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർന്നപ്പോഴാണ് പുതിയ സുരക്ഷാ മാനദണ്ഡം കൊണ്ടുവന്നത്. ചട്ടത്തിന്റെ പരിധിയിൽ വരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സുരക്ഷാ ടെസ്റ്റിംഗ് നിർബന്ധമാണ്. ചൈനീസ് കമ്പനികൾ നിർമ്മിക്കുന്ന സ്മാർട്ട് മീറ്റർ, വാഹനങ്ങളുടെ സെൻസറുകൾ, ലാപ്ടോപ്പുകൾ, മോണിറ്ററുകൾ, ഡ്രോൺ പാർട്ടുകൾ എന്നിവയ്ക്കാണ് ആദ്യഘട്ടത്തിൽ സുരക്ഷാ മാനദണ്ഡം നിർബന്ധമാക്കുക. അപ്പോൾ മനസ്സിലായോ? ഇത് നമ്മൾ നല്ല കമ്പനികളുടെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. ഇത് പക്ഷെ നമ്മളുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പം ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ലെബനനിലെല്ലാം സംഭവിച്ചത് അങ്ങനെയാണ്. പുറത്തുനിന്ന് സാധനം വാങ്ങിച്ചതാണ്. ആദ്യം നിർമ്മിക്കുന്ന കമ്പനികൾ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുരക്ഷാ മാനദണ്ഡം ബാധകമാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റു പുതിയ അപ്ഡേഷൻസുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.